BJP, അതായത് BJP വിയർക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ത്രിപുരയിൽ. ത്രിപുരയിൽ BJP വിയർക്കുന്നു എന്ന് പറയാം. കാരണം ഈ 40-ൽ നിന്ന് 26-ലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിൽ BJP വിയർക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തി ഇല്ല, അല്ലെങ്കിൽ അതിൽ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു നാഗാലാൻഡിലെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ കമലേഷ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കമലേഷ്, നേരത്തെ അൻസില പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകുമോ എന്ന് പോലും സംശയം വരുന്ന സാഹചര്യം. 41 സീറ്റിൽ ഇപ്പോഴും BJP, അതല്ലേ? തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വോട്ടെണ്ണൽ ആരംഭിച്ച് 1 മണിക്കൂറിന് ശേഷം 52-ലേക്ക് വരെ BJPയുടെ ലീഡ് ഉയർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് 10 സീറ്റുകൾ ഇപ്പോഴും കൂടുതലാണ് BJPക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 41 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. പ്രധാന പ്രതിപക്ഷമായി അവിടെ ഉയർത്തി കാണിച്ചിരുന്ന NPF കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നാഗാലാൻഡിൽ ജയിച്ചു കയറിയ പാർട്ടിയാണ് NPF. എന്നാൽ അവർക്ക് ഇത്തവണ 5 സീറ്റുകളിൽ മാത്രമേ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു 2 അക്കം കടക്കാൻ ഇതുവരെ NPFന് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു പ്രധാന കാര്യമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2018-ൽ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കഴിയാതിരുന്ന കോൺഗ്രസ് ഇത്തവണ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഈ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് 2 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇത്രയും നേരമായി ഒരു സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതിൽ പ്രധാനമായും നമ്മൾ പറയേണ്ടത് കോൺഗ്രസ്, NPF, BJP, NDPP സഖ്യം ഇവരൊക്കെ കഴിഞ്ഞിട്ടുള്ള മറ്റു പ്രാദേശിക പാർട്ടികളും മറ്റ് ദേശീയ പാർട്ടികളും ഒക്കെയാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ ഒരു സ്വാധീനം എങ്ങനെയാണ്? അവർ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്നാണോ കാണേണ്ടത്? തീർച്ചയായും അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഫിറോസ്, തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മേഘാലയയിലായിരുന്നു. മേഘാലയയിൽ വലിയ രീതിയിലുള്ള ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരവസരത്തിൽ മേഘാലയയിൽ 16 സീറ്റുകളിലേക്ക് വരെ, അതിനുശേഷം 22 സീറ്റുകളിലേക്ക് വരെയൊക്കെ ലീഡ് നില തൃണമൂൽ കോൺഗ്രസ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ NPPയുടെ ലീഡ് നില കുറഞ്ഞ 16-ലേക്ക്, അല്ലെങ്കിൽ NPPയും തൃണമൂൽ കോൺഗ്രസും ഒപ്പത്തിനൊപ്പം 15 സീറ്റുകൾ 16 സീറ്റുകൾ ഇങ്ങനെ മാറി മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘാലയ വലിയ രീതിയിലുള്ള ഒരു സസ്പെൻസ് ത്രില്ലറിലാണ്. മേഘാലയ ഇപ്പോഴും സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് NPP 23 സീറ്റുകളിൽ മേഘാലയയിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് ആകട്ടെ അവരുടെ ലീഡ് നില കുറഞ്ഞു വരികയാണ്. നേരത്തെ 15 സീറ്റുകളിലേക്ക് വരെ കോൺഗ്രസിന്റെ ലീഡ് നില ഉയർന്നിരുന്നു. അതിനുശേഷം അത് 10-ആയി ചുരുങ്ങിയിരുന്നു. അതിനുശേഷം 8 ആയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ലീഡ് നില വളരെ കുറഞ്ഞു 3-ലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മേഘാലയയിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും ഈ പ്രധാനമായ ഈ 2 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ലീഡ് നില ഉയർത്താൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള, അല്ലെങ്കിൽ പ്ലീനറി സമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള യാതൊരു കാര്യങ്ങളും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. BJPയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മേഘാലയയിൽ BJP വെറും 8 സീറ്റുകളിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ NPPയുടെ സീറ്റ് നില മാറി മറിഞ്ഞ സമയങ്ങളിലൊക്കെ BJP ഈ 8 എന്നൊരു സംഖ്യയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അതിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് അവരുടെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. 7 എന്ന ലീഡ് നിലയിലേക്ക് തൃണമൂൽ കോൺഗ്രസും ചുരുങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികളും മറ്റ് ദേശീയ പാർട്ടികളും ഒക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾക്ക് 26 സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായി ലീഡ് ചെയ്യുന്ന NPPയുടെ സീറ്റ് നിലയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ സീറ്റ് നില എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 31 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ ആർക്ക് കഴിയുമെന്നത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതെ, ആ നിലയ്ക്കൊക്കെ നമ്മൾ ടാലിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിലും കാണുന്നുണ്ട് ടാലി. ആ നിലയ്ക്കൊക്കെയാണ് പോകുന്നത്. നാഗാലാൻഡുമായി ബന്ധപ്പെട്ട്